സരവാഗിലെ ബാരിയോ ഗ്രാമവാസികൾ അന്നേ ദിവസം ഉറക്കമുണർന്നത് അസാധാരണമായ ഒരു കാഴ്ചയിലേക്കായിരുന്നു. വിമാനത്തിലെ പാരച്യൂട്ടിൽ നിന്ന് പ്രത്യേക കൂടുകളിൽ അടയ്ക്കപ്പെട്ട നിലയിൽ പൂച്ചകളെ പുറത്തേക്ക് ഇറക്കുന്നതായിരുന്നു അവർ കണ്ട കാഴ്ച. ഒന്നല്ല രണ്ടല്ല, നിരവധി പൂച്ചകൾ. കൂട് തുറന്ന് പുറത്തേക്ക് വന്ന പൂച്ചകൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഗ്രാമത്തിൽ പൂച്ചകളുടെ ശബ്ദം നിറഞ്ഞു. കുറെ നാളുകളായി നിലച്ചുപോയ മ്യാവു ശബ്ദങ്ങൾ. പക്ഷേ പൂച്ചകൾ വന്നതോടെ ഒരു കൂട്ടർ ഭയന്ന് വിറയ്ക്കാൻ ആരംഭിച്ചു. അവറ്റകളുടെ നാളുകൾ എണ്ണപ്പെടാൻ പോവുകയായിരുന്നു. ഒരു പ്രത്യേക ദൗത്യത്തോടെ ഗ്രാമത്തിലെത്തിയ പൂച്ചകളുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യത്തെയും അവസാനത്തേതുമായ വിചിത്രമായ ഒരു രക്ഷാദൗത്യത്തിന്റെ കഥ. ലോകത്തെ ഒരേ സമയം വിസ്മയിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ശീതയുദ്ധകാലത്തെ ഓപ്പറേഷൻ ക്യാറ്റ് ട്രൂപ്പിന്റെ കഥ. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ പല രീതിയിലും പിടിച്ചുകുലുക്കിയ പല സംഭവങ്ങൾക്കും വേദിയായത് ശീതയുദ്ധകാലം ആയിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നുവല്ലോ ശീതയുദ്ധം. ആയുധ മത്സരങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും രഹസ്യ ദൗത്യങ്ങളും ലോകത്തിന്റെ പല കോണുകളിലും അരങ്ങേറിക്കൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ പലതും ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുന്നവയായിരുന്നു. എന്നാൽ അവയിൽ നിന്നെല്ലാം ചുവടുകൾ മാറ്റി ചവിട്ടിയ ചരിത്ര വിചിത്ര ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ക്യാറ്റ് ട്രൂപ്പ്. അതൊരിക്കലും യുദ്ധത്തിന്റെ കഥയല്ല, ആണവായുധങ്ങളുടെയും കഥയല്ല. മറിച്ച് മനുഷ്യൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായി അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതിന്റെ കഥയാണ്. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് മലേഷ്യയുടെ ഭാഗമായ സരവാഗ് അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. മലേഷ്യ രാജ്യത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് സരവാഗ്. വിശാലമായ മഴക്കാടുകളും നദികളും മലനിരകളും ഗോത്രവർഗ സംസ്കാരവുമാണ് സരവാഗിന്റെ പ്രത്യേകത. നീളമുള്ള വീടുകളാണ് ഈ ഗ്രാമത്തിന്റെ മറ്റൊരു സവിശേഷത. പല കുടുംബങ്ങൾ ഒരുമിച്ചായിരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഓരോ കുടുംബത്തിനും പ്രത്യേക താമസ സ്ഥലം ഉണ്ടായിരിക്കും. എന്നാൽ പൊതുവായ ഇടങ്ങളും ഉണ്ടായിരിക്കും. ഇബാൻ, ബിദായൂഹ്, കെലാബിറ്റ്, പെനാൻ എന്നീ ഗോത്രങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത്. സരവാഗിന്റെ ഉൾപ്രദേശത്തുള്ള ഒരു ഗ്രാമമാണ് ബാരിയോ. സരവാഗിലെ പല ഗ്രാമങ്ങളിലും റോഡ് സൗകര്യങ്ങൾ വളരെ കുറവാണ്. നദികളെയും വ്യോമ മാർഗത്തെയുമാണ് യാത്രക്കാർ കൂടുതലായി ആശ്രയിച്ചിരുന്നത്. ബാരിയോ ഗ്രാമത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് ഓപ്പറേഷൻ ക്യാറ്റ് ട്രൂപ്പ് ആയിരുന്നു. ഓപ്പറേഷൻ ക്യാറ്റ് ട്രൂപ്പിന് ഇടയാക്കിയ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് സരവാഗിലെ ഗ്രാമങ്ങളിൽ മലേറിയ പൊട്ടിപ്പുറപ്പെട്ടതോടെയായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നായിരുന്നു മലേറിയ. കൊതുക് വഴിയാണ് മലേറിയ രോഗം പകരുന്നത്. രോഗബാധയുള്ള ഒരു വ്യക്തിയെ അനോഫിലിസ് കൊതുക് കടിക്കുമ്പോൾ കൊതുകിന്റെ ശരീരത്തിലേക്ക് മലേറിയ പരാത ജീവികൾ പ്രവേശിക്കുകയും പിന്നീട് ഇതേ കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ പരാത ജീവികൾ പുതിയ വ്യക്തിയുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. കരളിലാണ് മലേറിയ ആദ്യം വളരുന്നത്. പിന്നീട് അവ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുന്നു. 10 മുതൽ 15 ദിവസം വരെ മലേറിയ ലക്ഷണങ്ങൾ പ്രകടമാകും. ഉയർന്ന പനി, കടുത്ത വിറയൽ, അമിത വിയർപ്പ്, തലവേദന, ശരീരവേദന, ഛർദി, ക്ഷീണം, രക്തക്കുറവ് എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകുമ്പോൾ ബോധക്ഷയം ഉണ്ടാവുകയും വൃക്കകൾ തകരാറിലാവുകയും
ശ്വാസതടസ്സവും പിന്നീട് മരണം വരെയും സംഭവിക്കുകയും ചെയ്യുന്നു. മലേറിയ സരവാക് ഗ്രാമത്തെ പിടിമുറുക്കുകയും തുടർച്ചയായി വർഷം തോറും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന് അധികാരികൾ തീരുമാനിക്കുകയും കൂടിയാലോചനകൾക്ക് ശേഷം പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്തു. അത് മറ്റൊന്നും ആയിരുന്നില്ല, DDT പ്രയോഗിക്കുകയായിരുന്നു. കൊതുകുകളാണല്ലോ മലേറിയ പരത്തുന്നത്. അതിനാൽ കൊതുകുകളെ തുരത്താൻ DDT ഉപയോഗിച്ചാൽ മതി എന്നായിരുന്നു വിദഗ്ധരുടെ തീരുമാനം. അക്കാലത്ത് ശാസ്ത്രീയ ലോകത്തിന്റെ അത്ഭുത ആയുധമായിട്ടാണ് DDTയെ കണക്കാക്കിയിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വ്യാപകമായി ഈ രാസവസ്തു ഉപയോഗിക്കപ്പെട്ടിരുന്നു. കൊതുകുകളെ നശിപ്പിക്കുന്നതിൽ വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രാമത്തിൽ DDT പ്രയോഗം നടത്താൻ അധികാരികൾ തീരുമാനിച്ചു. വിമാനം ഉപയോഗിച്ച് ഗ്രാമങ്ങളിൽ മുഴുവൻ DDT പ്രയോഗം നടത്താനായിരുന്നു പദ്ധതി. ശക്തമായ കീടനാശിനിയായിട്ടാണ് DDTയെ കണക്കാക്കുന്നത്. 1940കളിലും 1950കളിലും ലോകമെമ്പാടും മലേറിയ, ടൈഫസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളെയും മറ്റ് കീടങ്ങളെയും നശിപ്പിക്കാൻ വ്യാപകമായി DDT ഉപയോഗിച്ചിരുന്നു. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക ക്യാമ്പുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും രോഗവ്യാപനം തടയാനും DDT വൻതോതിൽ ഉപയോഗിച്ച ചരിത്രമുണ്ട്. കൊതുകുകൾ, ഈച്ചകൾ, പേനുകൾ, മറ്റു പല കീടങ്ങൾ എന്നിവയുടെ നാഡീവ്യവസ്ഥയെയാണ് DDT ബാധിക്കുന്നത്. അതുകൊണ്ട് അവ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നു. ഈ പ്രയോഗം മലേറിയ ബാധയ്ക്കെതിരെ കൊതുകുകളെ ഇല്ലാതാക്കുന്നതിനും ഫലപ്രദമാണ് എന്ന് അവർ കണ്ടെത്തി. എന്നാൽ അതുമൂലം വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അപ്പോൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല. തീരുമാനിച്ചതിന് പ്രകാരം വിമാനത്തിൽ നിന്ന് DDT പ്രയോഗം നടത്തി തുടങ്ങി. അതിശയകരമായ റിസൾട്ട് അത് ഉണ്ടാക്കുകയും ചെയ്തു. മലേറിയ വാഹകരായ കൊതുകുകളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടായി. അതോടെ മലേറിയ നിയന്ത്രണ വിധേയമായി. മരണസംഖ്യ കുത്തനെ ഇടിഞ്ഞു. പക്ഷേ അതിന്റെ മറുവശത്ത് മറ്റൊരു വലിയ ദോഷം സംഭവിക്കുന്നുണ്ടായിരുന്നു. കൊതുകുകൾ മാത്രമല്ല, അതിനൊപ്പം മറ്റു പല കീടങ്ങളും വിഷബാധിതരായി. കീടങ്ങളെ ഭക്ഷിച്ച പല്ലികളുടെ ശരീരത്തിൽ വിഷം കയറി. പല്ലികളെ ഭക്ഷിച്ച പൂച്ചകളുടെ ശരീരത്തിലേക്കും വിഷം ബാധിച്ചു. അതോടെ പൂച്ചകളും ചത്തു തുടങ്ങി. പൂച്ചകൾ ചത്തു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? എലികൾ പെറ്റുപെരുകി. അവറ്റകൾ ധാന്യശേഖരങ്ങൾ നശിപ്പിച്ചു, കൃഷി നശിപ്പിച്ചു, കാർഷിക മേഖല സ്തംഭിച്ചു. കൂടാതെ എലികൾ പല രോഗങ്ങളും പരത്തി തുടങ്ങി. അധികാരികൾ നിസ്സഹായരായി. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടാൻ തുടങ്ങി. ഗ്രാമത്തിലെ പൂച്ചകൾ DDTയുടെയോ കീടനാശിനികളുടെയോ ഉപയോഗം മൂലം മരിക്കുകയും പൂച്ചകളിൽ നിന്നുള്ള വേട്ടയാടൽ കുറയുകയും ചെയ്തതോടെയാണ് എലിശല്യം വർദ്ധിച്ചത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു ജീവജാലത്തെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. വീട്ടിൽ നാം ഓമനിച്ചു വളർത്തുന്ന പൂച്ചയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് പലരും വേണ്ടത്ര അറിവുള്ളവരായിരിക്കണം എന്നില്ല. എന്നാൽ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപകാരിയാണ് പൂച്ച. ഒരു വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ എലികൾ വരില്ല, പല്ലിയോ പാറ്റയോ പെറ്റുവരികയില്ല. ഇങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഓരോ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ അല്പബുദ്ധിക്ക് അതൊന്നും മനസ്സിലാകാറില്ല പലപ്പോഴും. അതുതന്നെയാണ് ഈ ഗ്രാമത്തിലും സംഭവിച്ചത്. അതുവരെ വേണ്ടത്ര ഗൗരവമോ പ്രാധാന്യമോ കൊടുക്കാതിരുന്ന പൂച്ചകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയപ്പോഴാണ് അവയുടെ പ്രാധാന്യവും പ്രസക്തിയും മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. തായ്ലാന്റ്, ബൊളീവിയ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ DDT എക്സ്പോസിഷൻ മൂലം പൂച്ചകൾ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഫലമായി തായ്ലാന്റിലും ബൊളീവിയയിലും എലിശല്യം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. DDT തളിച്ച ചുമരിലോ മറ്റ് പ്രതലങ്ങളിലോ പൂച്ചകൾ നക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ പൂച്ചകളെല്ലാം ചത്തൊടുങ്ങിയത്. പൂച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമത്തെ രക്ഷിക്കാനാവൂ എന്ന് സരവാക്കിലെ അധികാരികൾ തിരിച്ചറിഞ്ഞു. പക്ഷേ പൂച്ചകൾ എവിടെ? തങ്ങൾ നേരിടുന്ന പുതിയ പ്രശ്നം പരിഹരിക്കുവാനായി ബ്രിട്ടീഷ് ഭരണകൂടം അസാധാരണമായ ഒരു തീരുമാനമെടുത്തു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പൂച്ചകളെ ശേഖരിച്ച് വിമാനമാർഗം സരവാക്കിൽ എത്തിക്കുക. സരവാക്കിന്റെ തലസ്ഥാനമായ കുച്ചിങ് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പൂച്ചകളെ എത്തിക്കാൻ നടപടികൾ ആരംഭിച്ചു. കുച്ചിങ് എന്ന പേരിന് തന്നെ അർത്ഥം പൂച്ച എന്നാണ്. ഗ്രാമത്തിലേക്ക് പൂച്ചകളെ അയക്കാൻ പൊതുജനങ്ങളിൽ നിന്ന് പൂച്ചകളെ ശേഖരിച്ചു തുടങ്ങി. 30 പൂച്ചകളെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് 23 പൂച്ചകളെ മാത്രമാണ്. ഒന്നുമില്ലായ്മയിലും ഭേദമാണല്ലോ വല്ലതും. അതുകൊണ്ട് കിട്ടിയ പൂച്ചകളെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്നായി. ബ്രിട്ടീഷ് റോയൽ ഫോഴ്സിന്റെ സഹായം ഇതിനായി അധികാരികൾ അഭ്യർത്ഥിച്ചു. UK-യുടെ ഔദ്യോഗിക വ്യോമസേനയാണ് റോയൽ എയർഫോഴ്സ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വതന്ത്ര വ്യോമസേനയായി 1918 ഏപ്രിൽ 1 റോയൽ എയർഫോഴ്സ് രൂപീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ആർമി, ബ്രിട്ടീഷ് നേവി, റോയൽ എയർഫോഴ്സ് എന്നിങ്ങനെ ബ്രിട്ടീഷ് സൈന്യത്തിന് 3 പ്രധാന വിഭാഗങ്ങളാണ് ഉള്ളത്. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുക, യുദ്ധവിമാന പ്രവർത്തനങ്ങൾ നടത്തുക, രഹസ്യാന്വേഷണം നടത്തുക, സൈനികരെ കൊണ്ടുപോവുക എന്നിവയെല്ലാമാണ് റോയൽ എയർഫോഴ്സിന്റെ ചുമതലകൾ. ഇങ്ങനെയുള്ള റോയൽ എയർഫോഴ്സ് ആണ് പൂച്ചകളെ സരവാക്ക് ഗ്രാമത്തിലേക്ക് ഇറക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്.
റോയൽ എയർഫോഴ്സ് പൂച്ചകളെ പ്രത്യേക കൂടകളിൽ സുരക്ഷിതമായി അടച്ചുവെച്ച് ഗതാഗത വിമാനത്തിൽ കയറ്റുകയും തുടർന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ അവയെ ഗ്രാമങ്ങളിൽ ഇറക്കുകയുമാണ് ചെയ്തത്. ഇതാണ് നാം തുടക്കത്തിൽ കണ്ടത്. ആകാശത്തു നിന്ന് പാരച്യൂട്ടുകളിൽ പൂച്ചകൾ ഇറങ്ങി വരുന്നത് ഗ്രാമവാസികൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. അവറ്റകൾ തങ്ങളുടെ രക്ഷകരാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഗ്രാമത്തെ വീണ്ടും പഴയതുപോലെ ആക്കാനുള്ള രക്ഷകർ. പൂച്ചകളെ നന്ദിയോടെയാണ് ജനങ്ങൾ കണ്ടത്. മണിക്കൂറുകളോളം സമയമെടുത്താണ് പൂച്ചകളെ പുറത്തിറക്കിയത്. ഗ്രാമത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഇവറ്റകളെ ഇറക്കിവിട്ടത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എലികളുടെ വിളയാട്ടം അവസാനിച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമം പഴയതുപോലെയായി. ഗ്രാമവാസികൾ അധികാരികൾക്ക് നന്ദി സൂചകമായി കത്തയച്ചു. പൂച്ചകൾക്ക് നന്ദി, എലികളുടെ ശല്യം ഉണ്ടാവാതെ കാത്തതിന്. സരവാക്കിൽ വീണ്ടും പ്രതീക്ഷകളുടെ പച്ചിലകൾ ഉയർന്നു. പ്രകൃതിയുടെ സംഗീതം മുഴങ്ങി. സരവാക്ക് പൂച്ചകളെ ഇന്നും നന്ദിയോടെ അനുസ്മരിക്കുന്നു. നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ന് പൂച്ചകളുടെ പ്രതിമകളുണ്ട്. സ്മാരകങ്ങളും ചിത്രങ്ങളും അലങ്കാരങ്ങളുമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പൂച്ച മ്യൂസിയങ്ങളിലൊന്നും സരവാക്കിലെ ക്യാറ്റ് മ്യൂസിയമാണ്. ഇവിടെ പൂച്ചകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ശില്പങ്ങളും ചരിത്രരേഖകളും കളിപ്പാട്ടങ്ങളും കലാവസ്തുക്കളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് അവയെല്ലാം. പൂച്ച തീം പാർക്കുകളും പൂച്ച കലാപ്രദർശനവുമായി സരവാക്കിൽ ഒരു പൂച്ച സംസ്കാരം തന്നെ ഇതിനകം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ മഴക്കാടുകളുടെ നാട് മാത്രമല്ല, ലോകത്ത് പൂച്ചകളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയായി സരവാക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. DDT ഉപയോഗം മലേറിയയ്ക്ക് കാരണമായ കൊതുകുകളെ സരവാക്കിൽ നിന്ന് ഇല്ലാതാക്കി. പക്ഷേ DDT ഉപയോഗം മൂലം പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. 1962 റേച്ചൽ കാൾസൺ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകമാണ് DDTയുടെ അപകടങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഈ പുസ്തകം പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ തുടക്കങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അനുസരിച്ച് DDT മണ്ണിൽ വർഷങ്ങളോളം നിലനിൽക്കുന്നതിനാൽ അത് ജലസ്രോതസ്സുകളെ മലിനമാക്കാനും ഭക്ഷ്യ ശൃംഖലയിലൂടെ ജീവികളിലേക്ക് കടക്കുകയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് മലേഷ്യയിലെ ആ ഗ്രാമത്തിൽ സംഭവിച്ചതുപോലെ കീടങ്ങളിൽ നിന്ന് പല്ലികളിലേക്ക്, പല്ലികളിൽ നിന്ന് പൂച്ചകളിലേക്ക്. DDT തളിച്ചതിന്റെ ഫലമായി പൂച്ചകളുടെ എണ്ണം കുറയുന്നത് പരിസ്ഥിതിയിലെ മനുഷ്യന്റെ ഇടപെടലുകളിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളുടെയും ഉദാഹരണമായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത്. ഇന്ന് പല രാജ്യങ്ങളിലും കൃഷിയിൽ DDTയുടെ ഉപയോഗം നിരോധിക്കുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നുണ്ട്. എങ്കിലും മലേറിയ ബാധിത പ്രദേശങ്ങളിൽ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിമിതമായ രീതിയിൽ ചില രാജ്യങ്ങൾ ഇപ്പോഴും DDT ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങളുടെ എല്ലാം ആകെ തുക. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ദീർഘകാല പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെ ഉപയോഗിച്ചാൽ പുതിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്നാണ് ഓപ്പറേഷൻ ക്യാറ്റ് ക്രോപ്പ് തെളിയിക്കുന്നത്. അത്തരം പ്രശ്ന പരിഹാരങ്ങൾ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കും. ആവാസ വ്യവസ്ഥ എന്നത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവയും അവ ജീവിക്കുന്ന മണ്ണ്, വെള്ളം, വായു, കാലാവസ്ഥ തുടങ്ങിയവയും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമഗ്ര സംവിധാനമാണ്. ഒരു കാട് എടുക്കുകയാണെങ്കിൽ അവിടെ മരങ്ങളും ചെടികളും കീടങ്ങളും സൂക്ഷ്മജീവികളുമുണ്ട്. മണ്ണും വെള്ളവും സൂര്യപ്രകാശവുമുണ്ട്. അവയെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഒന്നിന് ദോഷകരമായി ബാധിക്കുന്നത് മറ്റൊന്നിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. പ്രകൃതിയിൽ ഓരോ ജീവിക്കും ഒരു പങ്കുണ്ട്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൊതുകുകളെ നശിപ്പിക്കാൻ DDT പ്രയോഗിച്ചുവെങ്കിലും അതിന്റെ അനന്തരഫലമായി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരു ജീവിവർഗത്തെ നിയന്ത്രിക്കാനുള്ള മനുഷ്യരുടെ ഇടപെടൽ പലപ്പോഴും മുഴുവൻ ആവാസ വ്യവസ്ഥയിലും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഓപ്പറേഷൻ ക്യാറ്റ് ക്രോപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ഓപ്പറേഷൻ ക്യാറ്റ് ക്രോപ്പ് ഒരു പാഠമാണ്. അതോടൊപ്പം പരിസ്ഥിതി ശാസ്ത്രത്തിലെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് എന്ന ആശയത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് ഈ സംഭവം കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം സിസ്റ്റംസ് തിങ്കിങ് എന്ന ആശയത്തിന്റെ പ്രാധാന്യവും ഈ വിചിത്ര ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു പ്രശ്നത്തെ ഒറ്റയ്ക്ക് കാണാതെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും ബന്ധങ്ങളെയും ഒരുമിച്ച് കാണുന്ന രീതിയാണ് സിസ്റ്റംസ് തിങ്കിങ്. മനുഷ്യൻ പലപ്പോഴും ഒരു പ്രശ്നം മാത്രം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പ്രശ്ന പരിഹാരം കൊണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കാറില്ല. മലേറിയയെ തുരത്താൻ DDT ഉപയോഗിച്ചപ്പോൾ അവരുടെ മുന്നിൽ മലേറിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുമൂലം മറ്റു പല പ്രശ്നങ്ങളും ഉടലെടുക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയി. DDT ഉപയോഗത്തിന്റെ ദീർഘകാല ഫലം എന്തായിരിക്കും? മറ്റു ജീവജാലങ്ങളെ അത് എങ്ങനെ ബാധിക്കും? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും
തീർപ്പ് കൽപ്പിക്കാതെയാണ് അവർ DDT പ്രയോഗം നടത്തിയത്. അതിന്റെ ഫലമായി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചു. പല തിക്ത അനുഭവങ്ങളും ഉണ്ടായി. പ്രകൃതിയുടെ താളം നഷ്ടമായി. അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ മാത്രം പദ്ധതികൾ ആവിഷ്കരിക്കുക. കൃഷിയിലും സാമ്പത്തിക രംഗത്തും എന്തിന് വ്യക്തിജീവിതത്തിൽ വരെ ഓപ്പറേഷൻ ക്യാറ്റ് ഡ്രോപ്പ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ്.